ആലപ്പുഴയിൽ 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച രണ്ടാനമ്മയും അച്ഛനും പിടിയിൽ. കൊല്ലം തേവലക്കരയിൽ 3ാം ക്ലാസ്സുകാരനെ രണ്ടാനച്ഛൻ തേപ്പ് വെട്ടികൊണ്ട് പൊള്ളലേൽപ്പിച്ചു. കൊച്ചിയിൽ അമ്മുമ്മയുടെ കാമുകൻ 9ാം ക്ലാസ്സുകാരന് കഴുത്തിൽ കത്തിവെച്ച് കഞ്ചാവ് നൽകി. 2 ദിവസത്തിനിടെ നമ്മൾ കേട്ട വാർത്തകളാണിത്. ഇരകളായത് ചെറിയ കുട്ടികൾ. റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 3 വാർത്തയെങ്കിൽ റിപ്പോർട്ട് ചെയ്യാത്തത് എത്രയോ കേസുകൾ ഇനിയുമുണ്ടാകും. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല. എന്ത് ചെയ്യാനാകും? എങ്ങനെ രക്ഷിക്കും? എനിക്കൊപ്പം അതിഥികളായി അഭിഭാഷകയും ഇൻഫ്ലുവൻസറുമായ അഡ്വക്കേറ്റ് സമീറ ബീസ്, നെടുമങ്ങാട് GGHSSലെ പ്രിൻസിപ്പൽ നീത നായർ എന്നിവർ തത്സമയം ചേരുന്നു. ഞാൻ ആദ്യം അധ്യാപികയായ നീതയിലേക്ക് പോവുകയാണ്. മാം, നമസ്കാരം. എങ്ങനെയാണ് നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടപ്പെടാതിരിക്കുന്നത്, ആശങ്കപ്പെടാതിരിക്കുന്നത്? കാരണം ഒരു ദിവസം തന്നെ, ഒറ്റ ദിവസം കൊണ്ട് വന്ന 3 വാർത്തകളാണ്. ഇന്ന് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഏത് രീതിയിലാണ് മാം ഈ വാർത്തയെ കാണുന്നത്? നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തോന്നിപ്പോകുന്നില്ലേ? തീർച്ചയായും വീടുകളിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതലും സംഭവിക്കുന്നത് 2 എക്സ്ട്രീം എൻസിലുള്ള പേരൻസിനെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. തീരെ കുട്ടികളെ ശ്രദ്ധിക്കാത്തവർ, മറ്റൊന്ന് കുട്ടികൾ അതീവ ശ്രദ്ധ പുലർത്തുന്നവർ. 2 എൻഡിലുള്ള പേരൻസും പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. ഈ അതീവ ശ്രദ്ധയുള്ള പേരൻസ് ആണെങ്കിൽ വളരെയധികം കെയർ ചെയ്ത് അധ്യാപകർ നടത്തുന്ന ചെറിയ പരാമർശങ്ങളിൽ പോലും അധ്യാപകർ പോലീസ് സ്റ്റേഷനിലും മറ്റും കയറ്റുന്ന പ്രവണതയാണുള്ളത്. തീരെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കളാകട്ടെ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ കുട്ടികളോട് ചെയ്യുകയും ചെയ്യുന്നു. കുട്ടികൾ ബാധ്യതയായിട്ടാണ് പേരൻസ് വിചാരിക്കുന്നത്, സാധ്യത ആയിട്ടല്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ മിക്കവാറും സ്കൂളുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ക്ലാസ് അധ്യാപകരും പ്രധാന അധ്യാപകരായ നമ്മളും ഒക്കെ തന്നെ കുട്ടികളെ കൗൺസിലിങ്ങിനായിട്ട് വിടാറുമുണ്ട്. ഇത്തരം കൗൺസിലിങ്ങിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഇന്നലെ ആ വാർത്ത വന്ന ഉടനെ തന്നെ കുട്ടി ആദ്യം ഇങ്ങനെ മർദ്ദനമേറ്റു എന്ന് കണ്ടത് അധ്യാപകരാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബസ്സിൽ കയറിയപ്പോൾ ആയയാണ് എന്നുള്ള വാർത്തയാണ് വന്നത്. അതിനുശേഷം അത് പ്രധാന അധ്യാപികയെ അറിയിക്കുന്നു. പ്രധാന അധ്യാപികയാണ് പിന്നീട് പോലീസിൽ അറിയിക്കുകയും ചൈൽഡ് ലൈനെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തത്. ഒരുപക്ഷെ കുട്ടി നേരത്തെയും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ഏറ്റവും നിർണായകമായത് കുഞ്ഞെഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. അതായത് ഡയറി കുറിപ്പ് എഴുതുന്ന ശീലമുണ്ടായിരുന്ന കുഞ്ഞാണ്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ പോലും അത് വളരെ നിർണായകമായി എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളുകളിൽ ഇത്തരത്തിൽ കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വീട്ടിലെങ്കിൽ അത് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ ഇടപെടാനുള്ള സാധ്യത അതൊക്കെ എത്രത്തോളമാണ് നമ്മുടെ സ്കൂളുകളിൽ? ഞാൻ പറഞ്ഞതുപോലെ സാധ്യത ധാരാളമുണ്ട്. എന്നാൽ ചില ഇടപെടലുകൾ നിമിത്തം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. കുട്ടികൾ ഇക്കാര്യങ്ങൾ ക്ലാസ് അധ്യാപകർ വളരെ ശ്രദ്ധയോടെ കുട്ടികളെ നോക്കിക്കാണുന്ന ക്ലാസ് അധ്യാപകരാണെങ്കിൽ, ക്ലാസ് അധ്യാപകർ ഇല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകർ ആണെങ്കിൽ, ഈവൻ നമ്മുടെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന ആയമാർ, പിന്നെ FTM അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോട് ഇടപെടുന്ന സാഹചര്യമുണ്ട്. പ്രധാന അധ്യാപികയായ എന്നോട് പോലും കുട്ടികൾ തുറന്ന് കാര്യങ്ങൾ പറയുന്ന അവസരങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാവരും തന്നെ അവർക്ക് അനുഭവപ്പെടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളോട് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യുന്നതിന് നമ്മൾ പരിഹാരം കാണുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. ഇപ്പോൾ എല്ലാ വിഭാഗവും, പോലീസായാലും നമ്മുടെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആയാലും എല്ലാം തന്നെ നമ്മുടെ സഹായത്തിനുണ്ട്. നമ്മൾ അവരിലേക്ക് എത്തിപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സമീറ ബീസിലേക്ക് കൂടി ഞാനൊന്ന് പോവുകയാണ്. അഡ്വക്കേറ്റ് സമീറ ബീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസറാണ്. അഡ്വക്കേറ്റിനെ ഞാൻ ഈ ചർച്ചയിലേക്ക് വിളിക്കാൻ കാരണം പാരൻറ്റിങ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, ഇന്ന് ഒരുപാട് ആശങ്ക, നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരുപാട് ആശങ്കയും വേവലാതിയും ഒക്കെയുള്ള കാര്യമാണ് ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യുന്ന, സ്വന്തം മകനെ കൂടി ഉൾപ്പെടുത്തി ആ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ദൗത്യം കൂടി സമീറ ബീസ് ഏറ്റെടുത്തിട്ടുണ്ട്. സ്വാഗതം ചർച്ചയിലേക്ക്. എന്ത് തോന്നി ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ? അശ്വതി പറഞ്ഞ ഈ വാർത്തകൾ കൂടാതെ ഒരു പുതിയ വാർത്ത കൂടെ വരുന്നുണ്ട്. 5 വയസ്സുള്ള കുട്ടിയെ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് വീണ്ടും പീഡിപ്പിച്ചുവെന്ന്. അതായത് നമ്മുടെ വീടുകളിൽ കുട്ടികൾ സുരക്ഷിതരില്ലെന്ന് മാത്രമല്ല, ഈ പണ്ടൊക്കെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, എന്താണ് വിശപ്പെന്ന് കുട്ടി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ മരിച്ചതിന്റെ പിറ്റേന്നാണ് വിശപ്പെന്ന്. അതാണ് ഇത്.
അതായത് ഈ രണ്ടാം അച്ഛൻ, രണ്ടാം അമ്മ എന്നൊന്നും ഒരു കൺസെപ്റ്റ്, അതൊരു വെറും കൺസെപ്റ്റ് മാത്രമാണ്. അവർക്ക് ഇമോഷണലായോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനോ ഈ കുട്ടികളോടില്ല. അവർ അച്ഛന്റെ ഭാര്യ അല്ലെങ്കിൽ അമ്മയുടെ ഭർത്താവ് മാത്രമാണ്. ഒരു അന്യർ, ഒരു സ്ട്രേഞ്ചർ എന്ന് പറയുന്ന അതേ നിലയിലാണ്. ഇപ്പൊ ടീച്ചർ പറയുകയുണ്ടായി, കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും, കുട്ടികളെ കൗൺസിൽ ചെയ്യും. കുട്ടികളല്ല കൗൺസിൽ ചെയ്യപ്പെടേണ്ടതെന്നാണ് എന്റെ വ്യക്തിപരമായും അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവേണ്ടത്. പാരന്റ്സ്, അതായത് പുതിയതായി കുഞ്ഞു മക്കളുള്ള പാരന്റ്സ്, അവർ മറ്റൊരു തലത്തിലാണ് കുട്ടികളെ അല്ലെങ്കിൽ പാരന്റിങ്ങിനെ കാണുന്നത്. ഞാൻ, എന്റെ കാര്യം, എന്റെ വ്യക്തി ജീവിതം, അതിനുശേഷം മക്കൾ, എല്ലാവരെയും അല്ല പറയുന്നത്. എങ്കിൽ പോലും ഒരു ന്യൂനപക്ഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പകുതി പേരായിക്കോട്ടെ, അങ്ങനെ ആകുന്നതോടെ മുഴുവൻ സമൂഹത്തിന് തന്നെ അത് മാറ്റം വരികയാണ്. മുഴുവൻ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ മൂല്യച്യുതിയാണ് ഇതിലെല്ലാം വരുന്നത്. ഇപ്പോൾ ഇതിനു മുമ്പൊന്നും വീടുകളിൽ കുട്ടികളെ അടിക്കാറില്ലേ, ഇതിനു മുമ്പൊന്നും കുട്ടികളെ ശിക്ഷിക്കാറില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മൾ ഈ ന്യൂസുകളുടെ താഴെയുള്ള കമന്റുകളിൽ കാണും. അങ്ങനത്തെ ശിക്ഷണങ്ങളല്ല ഇത്. ആ ശിക്ഷണങ്ങൾ നന്നാകാൻ വേണ്ടി മാതാപിതാക്കൾ ചെയ്തിരുന്നതാണ്. ഇതങ്ങനെയല്ല. ഈ പറയുന്ന സോകോൾഡ് പാരന്റ്സ്, ഇവരെ പാരന്റ്സ് എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. ഇവര് ജന്മം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അവർക്ക് ആരോടോ ഉള്ള ദേഷ്യം ഒക്കെ തീർക്കുന്നത് കുഞ്ഞുങ്ങളുടെ പുറത്താണ്. ആ പൊന്നു മോൾ അങ്ങനെ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ, ആ ആയ അത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മൾ ഒരുപാട് കേൾക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊരു ഒരു വാർത്തയിലേക്ക് ആ കുഞ്ഞ് ഒതുങ്ങി പോകില്ലായിരുന്നു. നമുക്കതിനെ രക്ഷിക്കാൻ പറ്റിയത് ആ കുട്ടി അത് പുറത്ത് പറഞ്ഞതുകൊണ്ട്. ആ മോള് അത് വെളിയിൽ കൊണ്ടുവരാൻ ആ അധ്യാപകരും ആ കൂട്ടം അവരുടെ ചുറ്റും ഉണ്ടായിരുന്ന ആ സമൂഹം സഹായിച്ചത് കൊണ്ടുമാണ്. അങ്ങനെ അല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ പറ്റി ചർച്ച ചെയ്യേണ്ടത് ഇന്നത്തെ കേരള സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചർച്ചയാവുന്നുണ്ടോ, എത്രമാത്രം ചർച്ചയാവുന്നുണ്ടെന്ന് എനിക്ക് സംശയമാണ്. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് സമീറ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റിച്ചുളിക്കും, അതെങ്ങനെ സംഭവിക്കുമെന്ന്. പിന്നീട് എന്തെങ്കിലും ദുരൂഹത അതിൽ ഉണ്ടാകുമെന്നൊക്കെ ഞങ്ങൾ ന്യൂസ് റൂമിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പിന്നീട് അത് ആത്മഹത്യ തന്നെയാണെന്ന് വരുമ്പോൾ വീണ്ടും ഒരു ഞെട്ടൽ കൂടിയാണ്, എങ്ങനെ ഈ ചെറിയ കുട്ടി ഇതിലേക്ക് പോയി എന്നുള്ളത്. അതായത് ജീവിതം പോലും വേണ്ട എന്നൊക്കെയുള്ള തലത്തിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. രണ്ട്, താങ്കൾ പറഞ്ഞ ഈ രണ്ടാം വിവാഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എങ്ങനെ നമുക്ക് പാരൻസിനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളെ ശ്രദ്ധിക്കാത്ത പാരൻസിനെ നമുക്ക് ബോധവൽക്കരിച്ചെടുക്കാനാകും അഡ്വക്കേറ്റ് സമീറ? നമ്മൾ കുടുംബ കോടതികൾ കാണുന്ന ഏറ്റവും വാശിയേറിയ കേസ് എന്താണെന്നറിയാമോ? കുട്ടികളുടെ കസ്റ്റഡി. എനിക്ക് വേണം എന്നുള്ള കസ്റ്റഡിയിൽ ഉണ്ടാവുന്ന 5 ദിവസത്തേക്ക് എന്റെ കൂടെ വിടൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഹർജികൾ, ആ ഹർജികളുടെ പേരിൽ അവിടെ ഉണ്ടാകുന്ന ആ കോടതി മുറികളിൽ ഉണ്ടാകുന്ന, കോടതി വരാന്തകളിൽ കാണുന്ന ഡ്രാമ, ഇതെല്ലാം ഞങ്ങൾ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 5 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ വാശിയും വൈരാഗ്യവും വെച്ച് വാദിച്ച് ജയിച്ചു കൊണ്ടുവന്ന കുട്ടിയെ എത്രമാത്രം ഇവർ കെയർ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് ഏറ്റവും വേണ്ടത് സ്നേഹം, കെയർ, പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ്. അല്ലാതെ അവനെ സ്വർണ്ണ തലാസിലിരുത്തി തൂക്കുകയൊന്നും വേണ്ട. അവന് വേണ്ടത് അവനെ കേൾക്കാൻ ഒരാൾ, അവന് സ്നേഹം പകരാൻ, അവനോടൊപ്പം നിൽക്കും എന്ന് കാണിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുക എന്നതാണ്. ഇപ്പോൾ അശ്വതി പറഞ്ഞില്ലേ, നമുക്ക് തോന്നും, അയ്യോ ഈ കൊച്ചു